ഹായ് വ്യൂവേഴ്സ്, ആർജെ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ അടുത്തൊരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്, മഹാരാഷ്ട്ര അമ്മനാറിൽ. അവിടെ ഒരു അമ്പലമുണ്ട് അയ്യപ്പൻ്റെ. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോയി ദീപാരാധനയൊക്കെ കണ്ട് തൊഴുതിട്ട് വരാം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഈ വഴി കാണുന്നതെല്ലാം ഹോട്ടലുകളാണ്. സിംഗ് റെസിഡൻസി, വി സ്റ്റാർ, ഇതൊക്കെ വലിയ വലിയ ഹോട്ടലുകളും പാർട്ടിയൊക്കെ നടത്താൻ പറ്റുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ എല്ലാ ഹോസ്പിറ്റൽസുമാണ്. അപ്പം പറയുകയാണ്, അങ്ങോട്ട് ഒരു സൈഡ് മൊത്തം ഹോട്ടലുകളും മറ്റേ സൈഡ് മൊത്തം ഹോസ്പിറ്റലുമാണെന്ന് പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് പോണ്. ഇവിടെ ഈ അമ്പലം എന്ന് പറയുന്നത് പ്രോപ്പർ പ്ലേസ് സാവേടി എന്ന് പറയും. നമ്മൾ അമ്മനഗറിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററിനകത്തേ ഉള്ളൂ അയ്യപ്പ ക്ഷേത്രം. അപ്പം ഇവിടെ എല്ലാ ആഘോഷങ്ങളും എല്ലാം നടത്തുന്നുണ്ട് അയ്യപ്പൻ്റെ അമ്പലത്തിൽ. പിന്നെ ഇവിടുത്തെ കമ്മിറ്റിക്കാരെല്ലാം അയ്യപ്പ സേവാ സമിതി സംഘങ്ങളെല്ലാം മലയാളികളാണ്. പിന്നെ ഇവിടെ പൂജ നടത്തുന്നതൊക്കെ ഇവിടുത്തെ ആൾക്കാരുകളാണ്. ഹിന്ദിക്കാരാണ് ചെയ്യുന്നത്. ഹിന്ദിക്കാരെന്നത് മറാഠികളാണ് ചെയ്യുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ഈ അമ്പലത്തിൽ. ഇപ്പം പോയപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത്. ഇത് ഹൈവേ റൂട്ടിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറി പോകണം, സൈഡ് ബൈ റൂട്ട് കയറി പോകണം. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായി. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. ഇത് അമ്പലത്തിൻ്റെ മതിലാണ്. പിന്നെ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഉള്ളിലോട്ട് പോയി. അവിടെ നമ്മൾ നേരെ കാണുന്നത് അവിടെ പ്രോഗ്രാംസൊക്കെ നടത്തുന്ന സ്റ്റേജാണ്. പിന്നെ അതിന് മുന്നിലായിട്ടൊരു വലിയൊരു മരമുണ്ട് അമ്പലത്തിൻ്റെ. പിന്നെ നമ്മൾ ഉള്ളിലോട്ട് കയറി, അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറി. അപ്പോൾ ആദ്യം കയറുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ തോന്നും ഇത് ശബരിമലയിലെ പോലെ ആക്കി വെച്ചേക്കുന്നുണ്ട്. എനിക്ക് കണ്ടപ്പോൾ തോന്നി, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നും ഇതും ശബരിമലയിലെ പോലെ തന്നെയല്ലേ ഇത് കാണുന്നത്. അപ്പം ആദ്യം വന്നപ്പോൾ നമുക്കൊരു കൗതുകമായിരുന്നു. ഇപ്പം നമ്മൾ 3-4 തവണ വന്നിട്ടുണ്ട് ഇവിടെ. ഇപ്പം അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ എന്നാൽ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ വീഡിയോ എടുത്ത്. അങ്ങനെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ദീപാരാധന സമയമായിരുന്നു. പിന്നെ ഇതിന് തൊട്ട് പുറകിലോട്ട് കാണുന്നതാണ് അന്നദാന മണ്ഡപം. അവിടെയാണ് നമുക്ക് ഫുഡ് അന്നദാനമൊക്കെ കിട്ടുന്നത്. പിന്നെ നമ്മൾ അവിടെ പ്രാർത്ഥനയൊക്കെ ചെയ്ത്, പ്രധാനമായിട്ട് അയ്യപ്പൻ്റെ വിഗ്രഹം ഇരിക്കുന്നത് ഇവിടെയാണ്. പിന്നെ ഇതിനപ്പുറത്തായിട്ട് ദേവിയുടെ നടയുണ്ട്. പിന്നെ ഇതിന് അങ്ങോട്ട് കാണുന്നത് ഗണപതിയുടെ നടയുമാണ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ട് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്. പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ നീരാഞ്ജനവും അർച്ചനകളും പായസവും വഴിപാടുകളും എല്ലാം ചെയ്യാൻ പറ്റും. പൂജ ചെയ്യുന്നതൊക്കെ ഇവിടുത്തെ ആൾക്കാരെ മറാഠികളാണ് ചെയ്യുന്നത്. പിന്നെ എന്നാലും നമുക്ക് പൂജയെല്ലാം ചെയ്ത് പ്രസാദമൊക്കെ കിട്ടും. പിന്നെ കൂടുതലൊക്കെ മലയാളികളും ഉണ്ട്. മലയാളികളെക്കാട്ടി കൂടുതലും ഇവിടുത്തെ ആൾക്കാരാണ് വരുന്നത് അമ്പലത്തിൽ. അങ്ങനെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ദീപാരാധന ഉണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ ആൾക്കാർ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും. അതിനൊന്നും ആരും ഒന്നും മന ചെയ്യത്തൊന്നുമില്ല. നമ്മളും ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ ദീപാരാധന കണ്ട് തൊഴുതിന് ശേഷം അന്നദാനം ഉണ്ടായിരുന്നു. അന്നദാനം പുറയിലത്തെ മണ്ഡപത്തിലാണ്. അങ്ങനെ നമ്മൾ അന്നദാനമൊക്കെ കഴിച്ചു. കഴിക്കാൻ പൂരിയും ചോറും ദാലും സബ്ജിയും അതൊക്കെയായിരുന്നു. അങ്ങനെ കഴിച്ച്. ഇവിടെ കഴിക്കാനും കൂടുതലും മലയാളികളെക്കാട്ടി കൂടുതലും മറാഠികളാണുള്ളത് ഇവിടെ കഴിക്കാനും. അങ്ങനെ നമ്മളും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി, അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അമ്പലത്തിലെ ഫുഡ് കഴിക്കാനായാലും പ്രത്യേക ടേസ്റ്റ് അല്ലേ. വീട്ടിലെത്ര ഉണ്ടാക്കി കഴിക്കുന്ന ടേസ്റ്റിനെക്കാട്ടി കൂടുതൽ നമുക്ക് അമ്പലത്തിൽ നിന്ന് കഴിക്കുന്ന ഫുഡിനകത്തുണ്ടാവും. പിന്നെ നമ്മൾ ഈ അമ്മയിൻ വാതിലിൻ്റെ മുകളിൽ തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് നേരെയുള്ളൊരു വലിയ മരം ഉണ്ടല്ലോ, അതിൻ്റെ ചുവട്ടിലാണെങ്കിൽ ഇരിക്കാനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അബി ഓടി പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.